കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? പറ്റുന്നുണ്ട് സാർ. ശരി, ആളുകളിലെ എത്തിയില്ലല്ലേ? നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് എല്ലാവരോട് വന്നിട്ട് ബാക്കി മൊത്തമായിട്ട് തുടങ്ങാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സ്ലോപ്പില് ഒരു വെയിറ്റ് ഒരു ബോഡി ഇരിക്കുന്ന കാര്യമാണ് പറഞ്ഞല്ലേ? ജസ്റ്റ് ആ പടം വരച്ച് കുറച്ച് താഴോട്ട് ചെയ്യേണ്ടി വരും. പറയുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും എത്തുമായിരിക്കും. അപ്പൊ അതിന്റെ വെയിറ്റ് നേരെ താഴോട്ട് നമ്മളതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്തു. ഒന്ന് വെയിറ്റ് mg തീറ്റ ആംഗിൾ തീറ്റ mg ആംഗിളിനടുത്ത് വരുന്നത് കോസ് ആയിരിക്കും. അപ്പൊ mg കോസ് തീറ്റ, ഇവിടെ mg സൈൻ തീറ്റ, ഈ നോർമൽ റിയാക്ഷൻ ഈ ഡയറക്ഷനിൽ 6, ഈ സൈഡിലോട്ട് ഫ്രിക്ഷൻ, നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് ഒക്കെ പഠിച്ചു. ഇനി ഈ ഫ്രിക്ഷൻ രണ്ടാവാം. ഒന്ന്, നമ്മുടെ ഈ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് റീപോസ് ആണെങ്കിൽ ഈ ഫ്രിക്ഷൻ എന്താവും? കൈനറ്റിക് ആയിരിക്കും. ഞാനെങ്കിൽ തുടങ്ങും. തിരിച്ച് ഈ ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ ആംഗിൾ ഓഫ് റീപോസ് ആണെങ്കിൽ ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിരിക്കും. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ രണ്ട് ഡെറിവേഷൻസും ഒക്കെ അവിടെ ചെയ്തിരുന്നു. ജസ്റ്റ് ആ ഇക്വേഷനൊക്കെ ഒന്ന് പറഞ്ഞു പോവാം ഓർത്തിരിക്കാനായിട്ട്. ഇവിടെ വർക്ക് ഡണിന്റെ ഇക്വേഷൻസ് ആണ് ചെയ്തത് അല്ലെ? ഒന്ന് വർക്ക് ഡൺ അപ്പ് ആയിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻസ് ഓർത്ത് വെച്ചേക്കണേ, അല്ലാതെ അവിടെ ഇരുന്ന് ഡെറൈവ് ചെയ്ത് എന്ത് പ്രോബ്ലം ചെയ്യാനൊന്നും പറ്റത്തില്ല. വർക്ക് ഡൺ അപ്പ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? W അപ്പ് U എന്ന് കൊടുക്കാം. U is equal to mg into sin theta plus mu k cos theta into s. ഇതായിരുന്നു നമ്മുടെ വർക്ക് ഡൺ അപ്പ്. ഇനി രണ്ടാമത് എന്തായിരുന്നു നമ്മൾ ചെയ്തത്? താഴേക്ക്, ഇതിപ്പോ നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് മേളിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്ത് മേളിലോട്ട് കൊണ്ടുപോയതാണ് അപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം ചെയ്ത ഡെറിവേഷൻ. ഇനി രണ്ടാമത്തെ ഡെറിവേഷൻ എന്ന് പറഞ്ഞത് ആംഗിൾ ഓഫ് റീപോസിൽ എത്തുമ്പോഴത്തേക്ക് അല്ലെ, മ്യൂ തീറ്റ ഈക്വൽ ടു QR ആകുന്ന സമയത്ത് ജസ്റ്റ് സ്ലൈഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോഴത്തെ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ഡി ഡൗൺ എന്ന് കൊടുക്കാം. എത്രയായിരുന്നു? mg ഇൻറ്റു മ്യൂ കെ, ഇവിടെ കെ മ്യൂ കെ ഇൻറ്റു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു എസ്. ഇത് ഡൗൺവേർഡ് ഫോഴ്സിൻ്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്തു. അങ്ങനെ ഒന്നും കൂടെ ചെയ്തു. അവസാനം ഡൗൺവേർഡ് ഡയറക്ഷനിൽ വരുമ്പോഴത്തേക്കുള്ള ആക്സിലറേഷൻ ഈക്വൽ ടു g ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കെ കോസ് തീറ്റ. ഇത്രയും ഡെറിവേഷൻസ് ആണ്, 3 ഡെറിവേഷൻസ് ആണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ചെയ്തത്. ജസ്റ്റ് അത് ഓർത്ത് വെച്ചിരിക്കുക. പ്രോബ്ലം നമുക്ക് ഫ്രിക്ഷൻ ഒന്ന് തീർന്നിട്ട് കുറച്ച് പ്രോബ്ലം ഇതിനകത്തൊന്നും ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒന്നും ചോദിക്കത്തില്ല, നിങ്ങൾക്ക് ചെയ്തു പോവാം. അപ്പൊ ഈ പടം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഇതിനകത്ത് എങ്ങനെ നമ്മൾ ഓരോന്നും 6 ഇങ്ങനെ വരും, കോസ് തീറ്റ mg, പിന്നെ ഫ്രിക്ഷൻ വരുന്ന രണ്ട് കേസ്. കൈനറ്റിക് ആണെങ്കിൽ മൂവ് ചെയ്ത് തുടങ്ങിയ കൈനറ്റിക് ഫ്രിക്ഷനും, മൂവ് ചെയ്തില്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷനും ആയിരിക്കും. ഒരു സ്ഥലത്ത് മ്യൂ എസും ഇവിടെ മ്യൂ കെ എടുക്കും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി കുറച്ച് തിയറി നമുക്ക് എടുക്കാനുണ്ട്. വലിയ ഡെറിവേഷനൊന്നും ഇല്ല, കുറച്ച് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. അവസാനം ഒരു ചെറിയ കാര്യയുടെ നമുക്കൊരു ചെറിയ ഡെറിവേഷൻ വരും. ബാക്കിയെല്ലാം ജസ്റ്റ് കാര്യങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന കേട്ടോണ്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ കഴിഞ്ഞ ഇതുവരെ നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ ഒക്കെ പഠിച്ചു. പുതിയ ഒരു കാര്യം കൂടെ വേണം. ഇതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് റോളിംഗ് ഫ്രിക്ഷൻ? What is rolling friction?
what is the cause of rolling friction? Then why is friction greatly reduced when a body rolls over a surface? എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ? എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ടാക്കുന്നത്? ഇനി റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സാധാരണ നമുക്ക് വരുന്ന സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും കുറവായിരിക്കും. അതെന്തുകൊണ്ടാണ്? ഇത്രയും കാര്യം ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവാം. നിങ്ങൾ ഒന്ന് വായിച്ച് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ ഒരു ഹിസ്റ്ററി പഠിക്കുന്ന രീതിയിലൊക്കെ കേട്ട് പോകാനേ ഉള്ളൂ. അപ്പൊ എന്താണ് ആദ്യം റോളിംഗ് ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. Rolling friction. The force of friction that comes into play when a body rolls over the surface of another body is called rolling friction. ഇത് കേട്ടിട്ട് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല അല്ലെ? നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ മൂവ്മെന്റ് വരുമ്പോൾ ഉണ്ടാകും. പക്ഷെ ഇത് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ടയർ റോഡിൽ ഉരുണ്ടു പോകുമ്പോഴും അങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് ഈ റോളിംഗ് ഫ്രിക്ഷന്റെ കാര്യം വരുന്നത്. നിങ്ങളൊരു പരസ്യമൊക്കെ കണ്ടു കാണും അല്ലെ? മുമ്പ് ഏതോ ഒരു മിഠായിയുടെ ഒരു പരസ്യം, ഇപ്പൊ കാണുന്നില്ല, മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഇതുപോലെ ആദ്യം വലിച്ചുകൊണ്ട് പോകുന്നതും പിന്നെ അല്ലെ തടി കൊണ്ട് വീലുണ്ടാക്കുന്നതൊക്കെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ വീല് എല്ലാ വണ്ടികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീലാണ് അല്ലെ? ആര് വലിച്ചോണ്ട് പോകുന്ന സ്ഥലമുണ്ട് എവിടെയാ? മഞ്ഞിലും ചെളിയിലൊക്കെ ആണെങ്കിൽ സ്ലെഡ്ജ് അല്ലെ, വീതിയുള്ള പലയ്ക്കകത്ത് വെച്ച് വലിച്ചോണ്ട് പോകും. അല്ല, നമ്മുടെ ഉറച്ച റോഡുകളിലെല്ലാം നമ്മൾ ചെയ്യുന്നത് മൂവ് ചെയ്യുന്ന എല്ലാത്തിനും ഒരു വീല് ഫിറ്റ് ചെയ്ത് കൊടുക്കാനാണ് എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പൊ ഒരു ടേബിൾ ആയാലും വീല് വെച്ചിട്ടുള്ള ടേബിൾ നമുക്ക് ഈസി ആയിട്ട് റൂമിൽ കൂടെ കൊണ്ടുപോകാം അല്ലെ? അല്ല കാല് വെച്ച് വലിച്ചു വരച്ചോണ്ട് പോകുന്നതിനേക്കാൾ. അപ്പൊ എന്താണ് അതിന്റെ കാര്യം എന്നുള്ളത് നോക്കാം. അപ്പൊ എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്നും എന്താണ് ഇവിടുത്തെ വ്യത്യാസം എന്നുള്ളത് ആദ്യം നോക്കാം. Cause of rolling friction. Cause of rolling friction. ഇപ്പോൾ ഒരു ടയർ, നമുക്കൊരു വലിയ ഒരു വണ്ടിയുടെ ടയർ എടുക്കാം. ഒരു ലോറിയുടെ ആണെങ്കിൽ തന്നെ അറിയാം. ഇപ്പൊ ഒരു ലോറിക്ക് 4 ടയർ ഉണ്ടെങ്കിൽ ഈ ഒരു 4 ടയർ അല്ലായിരിക്കും ഇതിന്റെ ഫുൾ വെയിറ്റ്. ലോറി നിറച്ച് സാധനം ഉണ്ടെന്ന് വിചാരിക്കാം. നിറച്ച് സാധനം ഉണ്ടെങ്കിൽ ഇതിന്റെ ആ ഫുൾ വെയിറ്റ് വരുന്നത് ഈ ടയറിലായിരിക്കും അല്ലെ? ടയറാണ് ഈ റോഡിലേക്ക് ആ വെയിറ്റ്, കംപ്ലീറ്റ് വെയിറ്റ് ആ ടയർ റോഡുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകുന്ന ഒരു ഭാഗത്താണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ വണ്ടികൾ ഓടുമ്പോഴത്തേക്കും കുറെ കഴിയുമ്പോൾ ടാർ റോഡ് ചീത്തയാവുന്നതിന്റെ കാര്യം. വലിയ ലോഡുള്ള വണ്ടികൾ അത്രയും സ്ഥലത്ത് വലിയൊരു ഫോഴ്സ് അത് കൊടുക്കും. അപ്പൊ ആ ഫോഴ്സ് കൊടുത്തിട്ട് റോഡിന് താങ്ങാൻ പറ്റുന്ന ഒരു വെയിറ്റ് ഉണ്ട്. ഈ കുടാലായി വരുമ്പോഴാണ് ഈ ടിപ്പറൊക്കെ പോകുന്ന റോഡുകൾ നമുക്ക് അറിയാം പെട്ടെന്ന് ചീത്തയായി പോകും. ഒരേ പോയിന്റിൽ ഇതിന്റെ ഫുൾ വെയിറ്റ് വരിക. അപ്പൊ അങ്ങനെ അപ്പൊ ഈ റോഡിലേക്ക് ഇത്രയും വലിയൊരു വെയിറ്റ് വരുമ്പോൾ നമ്മൾ കാണുന്നില്ലെങ്കിലും അവിടെ ഈ ടയർ റോഡിൽ കോണ്ടാക്ട് വരുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഡിപ്രഷൻ ഇതുപോലെ ഉണ്ടാവും. റോഡിന് വേറൊരു കളർ കൊടുക്കാം.
കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആരും ഒരു അനക്കവും കേൾക്കുന്നില്ല. അപ്പൊ ഇതുപോലെ ഒരു ചെറിയ ഡിപ്രഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇപ്പൊ റോഡിൽ പോയി നോക്കരുത് കേട്ടോ. ലോറി പോകുമ്പോഴത്തേക്ക് ഇവിടെ താഴുന്നുണ്ടോ? നമുക്ക് കാണാവുന്നതിനേക്കാളും ചെറിയ രീതിയിൽ ഒരു ഡിപ്രഷൻ, അത് ടയറിലായിരിക്കും ചിലപ്പോൾ വരുന്നത്, ചിലപ്പോൾ റോഡിലായിരിക്കും, എന്തായാലും ഒരു ഡിപ്രഷൻ അവിടെ ഉണ്ടാവും. അപ്പൊ ഇതൊരു ഡിപ്രഷനും ഇതൊരു മൗണ്ട് എന്ന് നമ്മൾ പറയും. ഈ രീതിയിലായിരിക്കും അവിടെ വരുന്നത്. ടയറിനകത്ത് വരുന്നത് ഈ രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഡിപ്രഷനിൽ നിന്ന് കയറി പോകണമെങ്കിൽ തന്നെ നമുക്കറിയാം ഫോഴ്സ് വരും. അതിനേക്കാളും വേറെ ഒരു കാര്യം ഇവിടെ വരും. ഇവിടെ ഈ ടയറിന്റെ സർഫസും ഈ റോഡും തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കാണും, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. അഡിസീവ് ഫോഴ്സും കോഹസീവ് ഫോഴ്സും ഒക്കെ സെയിം മെറ്റീരിയലും ഡിഫറെന്റ് മെറ്റീരിയലും തമ്മിലുള്ള ഇവിടെ ഒരു അഡിസീവ് ഫോഴ്സ് ഉണ്ട്. ഈ അഡിസീവ് ഫോഴ്സും ഈ ഉണ്ടാകുന്ന ഡിപ്രഷനിൽ നിന്ന് ഇതിന് കയറി വരാനുള്ള ഒരു ഫോഴ്സും വേണം. ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. ഈ അഡിസീവ് ഫോഴ്സ് ഉണ്ടാക്കും, ഈ ഡിപ്രഷൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് അത് കയറി വരാനായിട്ടുള്ള ഒരു ഫോഴ്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ റോളിംഗ് ഫ്രിക്ഷന് കാര്യമായിട്ട് വരുന്നത്. അപ്പൊ ഈ റിട്ടാർഡിങ് ഫോഴ്സസ് ആണ് റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ട് അഡിസീവ് ഫോഴ്സ് ഈ ഡിപ്രഷൻ എത്രത്തോളം ഉണ്ടാക്കുന്നു അത്രയും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, മണലൊക്കെ ഉള്ള ഇച്ചിരി പാടല്ലേ ഉരുണ്ട് വരാനായിട്ട്. അതുപോലെ താന്നു പോകുന്ന സ്ഥലത്തൊക്കെ കണ്ടിട്ടില്ലേ, ബുദ്ധിമുട്ടല്ലേ, വലിയ ഡിപ്രഷൻ ഉണ്ടാകുന്നിടത്തുന്നത് കയറി വരത്തില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, പലയിടത്തും വണ്ടി തള്ളിയൊക്കെ കയറ്റുന്ന കണ്ടിട്ടില്ലേ. അപ്പൊ ഒന്ന് ഈ അഡിസീവ് ഫോഴ്സ്, രണ്ടാമത്തത് ഈ വസ്തു കോണ്ടാക്റ്റിൽ ഉണ്ടാകുന്ന സർഫസിൽ ഉണ്ടാക്കുന്ന ആ ഡിപ്രഷൻ. ഇനി ഇവിടെ ഒരു വലിയ പ്രഷർ ആയിരിക്കും ഈ സ്ഥലത്ത് വരുന്നത്, ഈ ഇതിന്റെ ഫുൾ വെയിറ്റ് ആണ്. വെയിറ്റ് കൂടി വരുന്ന ലോറികളൊക്കെ പലയിടത്തൊക്കെ പൊതിഞ്ഞു പോകുന്നുണ്ട്. റോഡിൽ നമ്മുടെ സാധാരണ വണ്ടികളൊക്കെ ഇറങ്ങി ഈസി ആയിട്ട് പോകുന്നിടത്ത് ഈ വെയിറ്റ് കൂടി വരുന്നത് പൊതയും, പിന്നെ അവിടുന്ന് മുമ്പോട്ട് പോകും ഇല്ല. അപ്പോൾ ഈ അഡിസീവ് ഫോഴ്സും ഈ ഡിപ്രഷനിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സ്, ഇത് രണ്ടും മാത്രമാണ് ഇവിടുത്തെ റോളിംഗ് ഫ്രിക്ഷൻ കാരണമാവുന്നത്. അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ സ്ലൈഡിംഗ് ഫ്രിക്ഷനകത്ത് വരുമ്പോഴത്തേക്കും ഈ രീതിയിലായിരുന്നു വരുന്നത് അല്ലെ. ഈ സർഫസിന് ഉണ്ടാകുന്ന കോണ്ടാക്റ്റിൽ വരുന്ന ഫോഴ്സ്, ഈ റഫ്നെസ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്. ഇപ്പൊ ഇവിടെ ആ റഫ്നെസ് ഒന്നും ബാധകമല്ല. ഇവിടെ വരുന്നത് ജസ്റ്റ് ആ അഡിസീവ് ഫോഴ്സിന്റെ ഒരു എതിർപ്പും പിന്നെ ഉണ്ടാകുന്ന ആ ഒരു ഡിപ്രഷൻ കാരണം അതിൽ നിന്ന് കയറി വരാനുള്ള ഒരു ഫോഴ്സും മാത്രം മതി. ഇപ്പൊ വലുതായിട്ട് താഴ്ന്നിട്ടില്ല എങ്കിൽ, ഡിപ്രഷൻ വളരെ ചെറുതാണെങ്കിൽ ആര് മാത്രമേ ഉള്ളൂ, അഡിസീവ് ഫോഴ്സിന്റെ ആ ഒരു കുഴപ്പം മാത്രമേ അവിടെ വരത്തുള്ളൂ. അപ്പൊ വളരെ കുറവായിരിക്കും റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ ഈ ഒരു വസ്തു ഉരുണ്ടു പോകുന്ന സമയത്ത്, ഇത് ഉരുണ്ടു പോകുന്ന സമയത്ത് ഇതിനകത്ത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് എന്ത് ചെയ്യുന്നത്, ഉരുണ്ടു പോകുന്നത്. ഇപ്പൊ ഇവിടെ ഈ ഹൊറിസോണ്ടൽ ഇതിനകത്ത് ഈ രണ്ട് സർഫസുകളും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു റബ്ബിങ് ഇല്ല. ഹൊറിസോണ്ടൽ ഇതിൽ ഇത് പോകുന്ന സമയത്ത് ഈ നമ്മുടെ ഈ വീലും ഇതുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, റബ്ബ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ കറങ്ങി കറങ്ങി പോകുന്നത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്, ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ ഈ ഹൊറിസോണ്ടൽ സർഫസും ഈ ഇതിന്റെ സർഫസിനും ഇടയ്ക്കുള്ള, മൂവിങ് സർഫസിനും ഇടയ്ക്കുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒരു കണ്ടീഷൻ ഉണ്ട്, നോ സ്ലിപ്പിംഗ്. ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിലൊന്നും ഉണ്ടാവും, സ്ലിപ്പ് ചെയ്ത് പോവാതെ കറക്റ്റ് കറങ്ങി പോവുകയാണെങ്കിൽ ഇവിടുത്തെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തില്ല ശരിക്കും, സ്ലൈഡിങ് ഓർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഐഡിയൽ ആണെങ്കിൽ, ഈ കണ്ടീഷൻസ് എല്ലാം ഐഡിയൽ ആണെങ്കിൽ ഇവിടെ എന്തില്ല, സ്ലൈഡിങ് ഓർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തായിരിക്കും, റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും വളരെ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ മൂവിങ് ഓബ്ജക്റ്റിനും എന്ത് കൊടുക്കുന്നത്, ഒരു വീല് കൊടുക്കുന്നത് അല്ലെ, റൗണ്ട് വീല്, ഉരുണ്ടു പോകാനാക്കി മാറ്റുന്നത്. പണ്ട് തന്നെ കണ്ടിട്ടുണ്ട്, കൊച്ചു ക്ലാസ്സിലൊക്കെ അടിച്ചു കാണും. ഇതിന് ഉദാഹരണമായിട്ട് തടി കഷ്ണം എടുത്ത് വെച്ച് ഉരുട്ടിക്കൊണ്ട് പോകും. എന്തുകൊണ്ടാണ് അത് വലിച്ചോണ്ട് പോകുന്നതിനേക്കാൾ അങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്നതാണ് നല്ലത്. ഇതിന്റെ നോട്ടായിട്ട് ഞാൻ എഴുതിയേക്കാം, അല്ലാതെ ഞാൻ ഈ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്ന് പാടായിരിക്കും. ഇപ്പൊ ഞാനതെല്ലാം കൂടെ ഇവിടെ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അപ്പൊ അത് പോട്ടെ, നമുക്ക് അടുത്ത കാര്യങ്ങളിലോട്ട് പോവാം. ഇനി
പഴയതുപോലെ തന്നെ ഒരു കാര്യം കൂടെ വേണം ഇവിടെ. ലാസ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ കൈനറ്റിക്കിനും എഴുതി, സ്റ്റാറ്റിക്കിനും എഴുതി, അതേപോലെ തന്നെ ഇവിടെയും ഉണ്ട്. അപ്പൊ അത് നോക്കാം. ഓൺ വാട്ട് ഫാക്ടേഴ്സ് does the rolling friction depend? Write an expression. Write an expression for the coefficient of rolling friction. Write an expression for it. ഇത്രയും ഇതൊന്നും എഴുതിയിട്ട് ബാക്കി നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പം റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെയാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നോർമൽ റിയാക്ഷൻ. ഇപ്പൊ ഒന്ന് ലാസ് ഓഫ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് rolling friction is directly proportional to the normal reaction. അപ്പോൾ FR is proportional to capital R. Capital R എന്താണെന്ന് അറിയാമല്ലോ, നോർമൽ റിയാക്ഷൻ. രണ്ടാമത്തത് rolling friction is inversely proportional to the radius of the rolling cylinder or wheel. അപ്പോൾ F is proportional to 1/r എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതിന്റെ റേഡിയസ് ആണ് R എന്ന് പറയുന്നത്, കറങ്ങുന്ന അവസ്ഥയുടെ റേഡിയസ്. അപ്പൊ ഇത് രണ്ടുകൂടെ ഒരുമിച്ച് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? FR is proportional to normal reaction divided by radius, or FR is equal to mu R into. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. വേർ mu R കോഎഫിഷ്യന്റ് ഓഫ്, വേർ mu R എന്ന് പറയുന്നത് എന്താണ്? ദി കോഎഫിഷ്യന്റ് ഓഫ് റോളിംഗ് ഫ്രിക്ഷൻ. അപ്പൊ ഇത്രയാണ് അതിനകത്ത് കാര്യമുള്ളത്. രണ്ട് കാര്യത്തിൽ നേരത്തെ എന്നുള്ളത് ഒന്നും കൂടെ നോർമൽ റിയാക്ഷൻ ആയിരുന്നു മറ്റെടുത്ത് വരുന്നതെങ്കിൽ ഇവിടെ ഒന്നും കൂടെ ഉണ്ട്. ഏതാണ്? ആ കറങ്ങുന്ന വീലിന്റെ റേഡിയസ്. അപ്പൊ അത്രയും കുഴപ്പമില്ലല്ലോ. ഇനി കുറച്ച് ഇതിന്റെ നിങ്ങളുടെ പരീക്ഷയുടെ ഇതിന് വരുന്ന കുറെ ക്വസ്റ്റ്യനുകളാണ്. ഒന്ന്, ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ, എക്സ്പ്ലെയിൻ. Give two advantages and disadvantages of friction. ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ പഴയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പറഞ്ഞു പോകുന്നത്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഈവിൾ ആണ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എന്തൊക്കെയാണ് ഈവിൾ എന്ന് പറയാനുള്ള കാര്യം എന്നുള്ളതും, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും എന്ന് ചോദിച്ചാലും കുറെ കാര്യങ്ങൾ നമുക്ക് പറയാം. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഫ്രിക്ഷൻ ഉപയോഗിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. എന്തിനൊക്കെ ഫ്രിക്ഷൻ നമ്മൾ ഉപയോഗിക്കും? ഇപ്പൊ നമുക്ക് കുറച്ച് നല്ല തെറ്റുള്ള സ്ഥലത്ത് നടക്കാൻ പറ്റുമോ? പാടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. കുറച്ച് തറയിൽ എണ്ണയോ എന്തെങ്കിലും കിടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ അവിടെ ചവിട്ടുമ്പോൾ നമ്മൾ തെറ്റിപ്പോകുന്നു പറയും. എന്തുകൊണ്ടാണ്? എണ്ണയോ അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ അവിടെ വീഴുമ്പോഴത്തേ, ഓയിലോ അല്ലെങ്കിൽ ഗ്രീസോ ഒക്കെ ആണെങ്കിൽ അത് അവിടുത്തെ ഫ്രിക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നടക്കുന്നതിന് വളരെ അത്യാവശ്യം. തെറ്റിലുള്ള പാറയിലൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കയറിയ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, കാല് വെക്കുന്നതിന് മുമ്പ് തെറ്റി താഴെ വീണ് നമുക്കൊന്നും പിന്നെ അവിടെ ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പൊ ഒന്ന് എന്താണ് നമുക്ക് ആദ്യം നോക്കാം, അഡ്വാൻറ്റേജസ് എന്താണ്, എന്തിനാണ് ഫ്രിക്ഷൻ
ആവശ്യം എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പൊ ഇതിന്റെ നോട്ട് ഞാൻ പിന്നെ ഇട്ടേക്കാം വേറെ. നമ്മളിപ്പോ മൊത്തം ഇതിനകത്ത് ഇപ്പം എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞ് എഴുതുമ്പോൾ ഒരുപാട് സമയം എടുക്കും. വൈ ഫ്രിക്ഷൻ ഈസ് എ നെസസിറ്റി, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നോട്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് വേറെ ഇട്ടേക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. ഒന്ന്, നമുക്ക് നടക്കാനായിട്ട് ഫോർ വാക്കിംഗ്. 2, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സൈക്കിളൊക്കെ ചവിട്ടുമ്പോൾ കുറെ നാൾ കഴിഞ്ഞിട്ട് ഈ ബ്രേക്ക് തേഞ്ഞ് കഴിഞ്ഞ് റബ്ബറൊക്കെ മാറി മെറ്റൽ ഇതായി കഴിയുമ്പോൾ ബ്രേക്കില്ലെന്ന് പറയില്ലേ, പിടിച്ചു കഴിഞ്ഞാൽ ഉരഞ്ഞു പോത്തേ ഉള്ളൂ, നിൽക്കത്തില്ല. എന്തുകൊണ്ടാണ്? റബ്ബറിനും ആ സ്റ്റീലിനും ഇടയ്ക്കുള്ള ഫ്രിക്ഷൻ സ്റ്റീലുമായിട്ട് ഇല്ല. അപ്പൊ ഈ ബ്രേക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബ്രേക്സ്. ഇനി വേറെ ഏതുണ്ട്? ഇപ്പൊ നിങ്ങൾ ഈ അരിയാട്ടുന്ന മില്ലൊക്കെ പോയിട്ട് ഇപ്പൊ നിങ്ങൾ എവിടെയും പോകാൻ കാണാൻ സാധ്യതയില്ല. പണ്ടൊക്കെ ആണെങ്കിൽ മില്ലുകളുണ്ട്. മില്ലുകളിൽ പോകുമ്പോഴത്തേക്കും ഈ അരിയാട്ടുന്ന മില്ലിൽ ഒരു സ്ഥലത്ത് ഒരു മോട്ടർ കാണും. ഈ മോട്ടറിൽ നിന്ന് ഈ അരിയാട്ടുന്ന മെഷീനിൽ അതേപോലെ ഇങ്ങനെ ഒരു വീലുണ്ട്. അപ്പൊ ഇതിനെ കണക്ട് ചെയ്യുന്ന ഇങ്ങനെ ഒരു ബെൽറ്റ് ആണ്. ബെൽറ്റ് ഈ ആസ്പെറ്റോസിന്റെ ഒരു ബെൽറ്റ് നല്ല വീതിയിൽ, പാനിന്റെ ഒക്കെ ബെൽറ്റ് പോലെ ഒരു വീതി, ഇങ്ങനെ വീതിയിലൊരു ഇതാണ്. ഇപ്പൊ സൈഡിൽ നിന്ന് വരയ്ക്കും ഒരു ലൈനായിട്ട് കാണും. മേളിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലുള്ള ഒരു ബെൽറ്റ് ആണ്. ഇവര് കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറച്ച് അവര് ഈ പൊടി പോലെ വാരിയിടും. ഒരുമാതിരി അരക്ക് പോലെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? കറുത്തൊരു സാധനം ഇടയ്ക്ക് ഇത് ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് ചിലപ്പോൾ ഇത് നേരെ കറങ്ങത്തില്ല. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒരു കറുത്ത അരക്ക് പോലൊരു സാധനം ഇങ്ങനെ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവർ വാരിയിടും. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ ഈ മോട്ടറിന്റെ ഇതെന്ന് പറയുന്ന ഒരു മെറ്റൽ പീസ്, നിങ്ങൾ പോയിട്ടുള്ളവർക്ക് അറിയാം, നല്ല ഷൈനി ആയിട്ടിരിക്കും. ചിലപ്പം ഇതും അതുപോലെ തന്നെയാണ് ഇതിന്റെ സർഫസ്. ഇടയ്ക്ക് ഇത് നല്ല ഒരു ഗ്രിപ്പ് ഇല്ലാതെ വരും, ഇത് സ്ലിപ്പ് ചെയ്ത് പോകും. അപ്പൊ അവിടെ അവരിതിന് ഇടയ്ക്ക് എന്ത് ചെയ്യും? കുറേശ്ശെ ഈ ഒരു അരക്ക് പോലൊരു സാധനം എടുത്ത് തേച്ചിട്ട് അതിനകത്ത് കുറച്ച് മണലോ അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ ഇടും. ഇത് പിന്നെയും നല്ലത് ഗ്രിപ്പിൽ പിന്നെയും ഇത് കറങ്ങും. അപ്പൊ അങ്ങനെയുള്ള മെഷീൻ പാർട്ടുകൾ വർക്ക് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കും. പിന്നെ ചില സമയത്ത് ഈ നമ്മുടെ വണ്ടികള് സ്ലിപ്പ് ചെയ്ത് പോകുമല്ലോ, റോഡിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് പോകും. പണ്ട് സ്ഥിരം ആക്സിഡന്റ് ആണ്. ചിലയിടത്തും പണ്ടൊക്കെ ആണെങ്കിൽ ചെയ്യുന്നത്. ഇപ്പം അതല്ല, ആ റോഡ് പ്രത്യേക മെറ്റീരിയൽ ആയതുകൊണ്ട് ഫ്രിക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. ഈ റോഡിൽ ഭയങ്കര സ്ലിപ്പുള്ള സ്ഥലത്ത് ഇവർ ഇങ്ങനെ വളരെ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ചെറിയ ഇത് വെച്ച് കുത്തി ഉളി വെച്ച് കുത്തുന്ന കണക്ക് ചെറിയ ചെറിയ പാടുകൾ ഉണ്ടാക്കിയിടുമായിരുന്നു പണ്ട്. ഇപ്പൊ അതൊന്നും അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ റോഡുകൾ വളരെ പ്ലാൻ ചെയ്താണ് അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ പണ്ട് ഈ ടാറ് കൂടുതൽ വരുമ്പോൾ ഒരുപാട് ആക്സിഡന്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ റോഡുകളിൽ അവർ എന്ത് ചെയ്തുപോലെ ചെറിയ ചെറിയ റഫാക്കി ഇടും. ചെറിയ ചെറിയ കുത്തുകൾ ഇട്ട് റഫാക്കി ഇടുക. അപ്പൊ അങ്ങനെ അപ്പം ഈ വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്നിടത്ത് ഇതിന്റെ ആവശ്യമുണ്ട്. യന്ത്രങ്ങളുടെ പാർട്ടുകൾ, മിഷനറിയിൽ ഇതിന്റെ ആവശ്യം വരുന്നുണ്ട്. നോട്ട് വേറെ എഴുതിയിടാം. അപ്പൊ ഇവിടെ വരുന്നത് മെഷീനകത്ത്, മെഷീൻ പാർട്ടുകളിൽ ഫ്രിക്ഷന്റെ ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ വെഹിക്കിളിന് അല്ലെ, റോഡിൽ ആവശ്യമുണ്ട്. ഇവിടെ എല്ലാം ഫ്രിക്ഷൻ ആവശ്യമുള്ളതാണ്. അപ്പൊ ഇതേ സ്ഥലത്ത് തന്നെ ഇതിന് അനാവശ്യമായിട്ടും നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഇതിന് ഈവിൾ എന്നും നെസസിറ്റി രണ്ടും ഒരേ സമയത്ത് നമുക്ക് പറയേണ്ടത്. ഡിസ്അഡ്വാൻറ്റേജസ് വരുമ്പോൾ ആദ്യമായിട്ട് ഇപ്പൊ മെഷീന്റെ കാര്യം പറയും. മെഷീനകത്ത് ഫ്രിക്ഷൻ ആവശ്യമാണ് തമ്മിലുള്ള കോണ്ടാക്ട്, മൂവിങ് പാർട്ടുകൾ തമ്മിൽ മൂവ് ചെയ്യാനായിട്ട്. പക്ഷെ ഇതേ ഫ്രിക്ഷൻ കാരണം തന്നെ അവിടെ എന്തുണ്ടാവാം? തീരുമാനം ഉണ്ടാവും, വെയർ ആൻഡ് ടയർ ഉണ്ടാക്കാം. ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. വെയർ ആൻഡ് ടയർ ഉണ്ടാക്കാം മെഷീനകത്ത്. ഇതിനകത്താണ് ഡിഫറെന്റ് മെഷീനകത്ത് ഇത് ഇങ്ങനെ ഒരു വെയർ ആൻഡ് ടയർ ഉണ്ടാക്കാം. അവിടെ നമുക്കത് ഒരു ശല്യമാണ്. പിന്നെ ഇവിടെ ഈ ഒരുപാട് നമ്മൾ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. ഈ ഫ്രിക്ഷൻ ഓവർകം ചെയ്തായിരിക്കും ഇതിനെ നമുക്ക് മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ അവിടെ എനർജി വേസ്റ്റ് ഉണ്ടാവാം, ഒരുപാട് എനർജി വേസ്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസി കുറയ്ക്കും. മെഷീന്റെ
എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വർക്കിന് റേഷ്യോ ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ ഒരു എഫേർട്ടിന്റെ കുറെ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാനായിട്ട് അവിടെ ഉപയോഗിക്കാം. അപ്പൊ നമ്മുടെ എഫിഷ്യൻസി അവിടെ കുറയ്ക്കാം മെഷീനകത്ത്. ഇനി വേറെ പറയുകയാണെങ്കിൽ ഇപ്പൊ മെഷീൻ ടയർ തന്നെ, ടയർ ഇപ്പൊ നമ്മൾ പറഞ്ഞു നല്ല ഫ്രിക്ഷൻ വേണം റോഡിൽ, അല്ലെങ്കിൽ സ്ലിപ്പ് ചെയ്ത് റോഡിൽ ആക്സിഡന്റ് ഉണ്ടാവാം. അതേ സമയത്ത് ഇത് കാരണം ടയർ തേഞ്ഞു പോകുന്നുമുണ്ട് അല്ലെ. ഇനി പിന്നൊന്ന്, ഫ്രിക്ഷൻ കാരണം ഹീറ്റ് ഉണ്ടാവാം. ഹീറ്റ് ഉണ്ടാകുമ്പോൾ അത് ആ ഹീറ്റ് കാരണവും എന്ത് ചെയ്യാം, മെഷീന് കംപ്ലൈന്റ് വരാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഓർത്ത് വെച്ചങ്ങ് എഴുതിയാലും മതിയല്ല, ഇതെല്ലാം കൂടെ കണ്ട് കാണാതെ പഠിക്കാനും നിൽക്കേണ്ട. ഇല്ല പദ്യം പഠിക്കുന്ന കണക്ക് ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് കാണാതെ പഠിക്കാനൊന്നും നിൽക്കേണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇതേപോലെ ഓർത്ത് വെച്ചേക്കുക, അങ്ങ് എഴുതുക. ഇനി എങ്ങനെ ഫ്രിക്ഷൻ കുറയ്ക്കാം, മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് ഫ്രിക്ഷൻ. അപ്പൊ നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ഓയിൽ ഉപയോഗിക്കാം അല്ലെ. എഞ്ചിനകത്താണെങ്കിൽ, നമ്മുടെ വണ്ടിയുടെ എഞ്ചിനകത്താണെങ്കിൽ എഞ്ചിൻ ഓയിൽ ഉണ്ട്. ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയിലെ പാർട്ട് എന്ന് പറയുന്നത് എഞ്ചിനകത്തുള്ള പിസ്റ്റൺ ആണ്. ആ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് ഓയിൽ കൂടെയാണ്. ഓയിൽ തീർന്നു കഴിഞ്ഞാൽ അത് കുറച്ച് പെട്ടെന്ന് സ്റ്റക്ക് ആവും, വണ്ടി ചൂടാവും, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. വണ്ടി ചൂടാവും, പിന്നെ നല്ലതുപോലെ പുക വരും. ഓയിൽ തീർന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഫ്രിക്ഷൻ കാരണം എന്തുണ്ടാവും, ഇതിനകത്ത് ലീക്ക്, ആ ഒരു കാസ്കറ്റ് ഇത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പാക്കിങ്ങിനൊക്കെ കേടുണ്ടാവും. പിന്നെ അതിനകത്ത് ഓയിൽ ഒഴിച്ച് അത് കത്തി, എഞ്ചിന് ഓയിൽ നമ്മുടെ പെട്രോളുമായിട്ട് കത്തിപ്പോക കൂടുതൽ വരും. അങ്ങനെ ഒരുപാട് ഡാമേജസ് അതിനകത്ത് ഉണ്ടാവാം. അപ്പം ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് സർഫസിന്റെ അൺഈവൻനെസ് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്, ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. അത് കുറയ്ക്കാം. അപ്പൊ എന്തായിരിക്കും അത്, ബൈ പോളിഷിങ്. രണ്ടാമത്തത് ലൂബ്രിക്കേഷൻ. മൂന്നാമത്തത്, ഇപ്പൊ ഇത് രണ്ടും സോളിഡിലാണ്. ഇപ്പൊ ലിക്വിഡോ അല്ലെങ്കിൽ നമ്മുടെ എയറിലോ ആണെങ്കിൽ അവിടെ അതിന് പറയുന്നത് സ്ട്രീം ലൈനിങ് എന്ന് പറയും. നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ വരുമ്പോൾ എന്താണ് സ്ട്രീം ലൈൻ എന്നൊക്കെ ഉള്ളത് പഠിക്കും. സ്ട്രീം ലൈനിങ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി, വലുതായിട്ട് അതിനകത്ത് കാണാൻ പഠിക്കാനൊന്നും നിൽക്കേണ്ട. ഇനി നമുക്ക് ഇവിടെ അത്യാവശ്യമുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോക്കാം. അപ്പോൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു, നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, അത് കാണാൻ പഠിക്കാനൊന്നും നിൽക്കേണ്ട. ഇനി അടുത്ത ഇതിനകത്തൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മാത്രം എഴുതാൻ പറ്റുന്ന ഒരെണ്ണം പറയാം. അത് എളുപ്പമാണ്, കേൾക്കുന്നത്ര വലിയ പാടൊന്നുമില്ല. Why is it is easier to pull a lawn roller than to push it? Explain. ഇതിൽ ഇങ്ങനെ ചോദിക്കണമൊന്നുമില്ല. ഇറ്റ് ഈസ് ഈസി ടു പുൾ ദാൻ പുഷ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെ ചോദിച്ചേക്കുന്ന ലാൺ റോളർ അറിയാലോ അല്ലെ, ഉരുട്ടുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ ഉറയ്ക്കാനായിട്ട്. ഇപ്പൊ ക്രിക്കറ്റ് കളിക്കൊക്കെ ഇടയ്ക്ക് കണ്ടു കാണുമല്ലോ, ഒരു സാധനം ഇങ്ങനെ ആളുകൾ പേര് വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉരുണ്ട റോളർ കൊണ്ടുപോകത്തില്ല, അതിനെയാണ് പറയുന്നത്. അപ്പൊ അതിനെ തള്ളുന്നതിനേക്കാളും വലിച്ചോണ്ട് പോകുന്നതാണ് എളുപ്പം. ഞാൻ ഇങ്ങനെ ഈ റോളറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വരും, എന്നിട്ട് ഇതിലിതാ ഇങ്ങനെ ഒരു കമ്പി കാണും, അതിലാളുകൾ എന്ത് ചെയ്യും, വലിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇങ്ങോട്ട് വലിക്കുന്നത്, ഇത് തിരിച്ച് രണ്ട് രീതിയിൽ പോവാം. പിന്നെ എന്ത് ചെയ്യാം, ഇങ്ങനെ തള്ളിക്കൊണ്ടും പോവാം. അപ്പൊ ഇതിൽ ഏതാണ്, ഇപ്പൊ ഇത് എന്ന് പറയുന്നത് ഇതെന്താണ്, ഇത് പുള്ളും ഇത് പുഷുമാണ്. ഇതില് പുള്ളി ചെയ്യുന്നതാണോ പുഷ് ചെയ്യുന്നതാണോ എളുപ്പം എന്ന് ചോദിക്കാം. ഇവിടെ ചോദിക്കുന്നത് വൈ ഇറ്റ് ഈസ് ഈസിയർ ടു പുൾ, പുള്ളാണ് എളുപ്പം, എന്തുകൊണ്ട്, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കാം. എളുപ്പമുള്ളതാണ്. കഴിഞ്ഞ പടം നിങ്ങൾ വരച്ച് നമ്മൾ ആ ഡെറിവേഷൻ ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം ഇത് പുഷ് ചെയ്യുമ്പോൾ, പുള്ളി ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. ഒരു പടം വരയ്ക്കാം. ആദ്യം ഒരു റോളർ വരുന്നു, അവിടെ
ഈ ഡയറക്ഷനിൽ ഒരു വലിച്ചുകൊണ്ട് പോവാന്ന് ഒരാൾ വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് ഇവിടെ കൊടുക്കും. ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് എഫ് കൊടുക്കും. അപ്പോ നമ്മുടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായിട്ട് അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ. അപ്പൊ ഇതിനെ ഈ ഫോഴ്സിനെ രണ്ടായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. ഒന്ന് ഈ ഡയറക്ഷനിൽ എന്തായിരിക്കും വരുന്നത്? എഫ് കോസ് തീറ്റ. ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് വരും എഫ് സൈൻ തീറ്റ. ഇനി ഇതിന്റെ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യും? താഴോട്ട്. നമുക്ക് എം ജി ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഡബ്ല്യു ഒന്ന് എടുക്കുകയാണ്. ഇത്രയും ഫോഴ്സസ് ആണ് ഇവിടെ ഉള്ളത്. ഇനി ഒരെണ്ണം കൂടെ വരുമല്ലോ, നോർമൽ റിയാക്ഷൻ. ഈ ഡയറക്ഷനിൽ നോർമൽ റിയാക്ഷൻ. ഇത്രയും ഫോഴ്സസ് ആണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിലെ നോർമൽ റിയാക്ഷൻ എന്തായിരിക്കും നോക്കാം. ഇഫ് R is the normal reaction, then ഇവിടെ ആർ എന്ന് നോക്കിക്കോ. ആർ പ്ലസ് എഫ് ആണ് ഏത് വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്നത് അല്ലെ. ആർ പ്ലസ് എഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഡബ്ല്യു. ഇനി ആർ എന്തായിരിക്കും? ആർ ഈസ് ഈക്വൽ ടു വെയിറ്റ് മൈനസ് എഫ് സൈൻ തീറ്റ. നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇത് നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു മൈനസ് എഫ് ആർ സൈൻ തീറ്റ. ഇനി ഇത് മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൈനറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും. അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇക്വേഷൻ എന്താണ്? എഫ് കെന് എഫ് കെ ഇസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു ആർ. ആർ ഓൾറെഡി നമുക്ക് അവിടെ ഉണ്ട്, അതിന്റെ വാല്യൂ കൊടുക്കാം. ഇസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു ഡബ്ല്യു മൈനസ് എഫ് സൈൻ തീറ്റ. ഇതാണ് ഇവിടുത്തെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കേസിലെ ഫ്രിക്ഷൻ നമുക്ക് കിട്ടി എഫ് കെ ഇസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു ഡബ്ല്യു മൈനസ് എഫ് സൈൻ തീറ്റ. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി അടുത്തത് രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് ആകുമ്പോഴത്തേക്കും ഇവിടെ പുഷ് ചെയ്യാണ്. അപ്പൊ ഇതിനെ ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ഒരാൾ ഇതിനെ പുറകിൽ നിന്ന് തള്ളിക്കൊണ്ടു പോവുകയാണ് അല്ലേ. തള്ളിക്കൊണ്ടുപോവാണ് റോളറിനെ. നിങ്ങൾ കൊച്ചിലേക്ക് വണ്ടി പാട്ട അടപ്പൊക്കെ വെച്ച് വണ്ടിയൊക്കെ ഡക്കാം പിള്ളേർ തള്ളിക്കൊണ്ടു പോകുന്ന കണ്ടിട്ടില്ലേ ഇങ്ങനെ? അതേപോലെ തള്ളിക്കൊണ്ടുപോവാണ്. അപ്പൊ അവിടെ ഒരു ഫോഴ്സ് വരുന്നത് ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെയാണ് ഫോഴ്സ് വരുന്നത്. അപ്പോ അതും ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ആ ഫോഴ്സ് ഇങ്ങനെ വരും. ഈ ഡയറക്ഷനിലായിരിക്കും ആ ഫോഴ്സ് വരുന്നത്. അപ്പോ ഈ ആംഗിള് തീറ്റ. നമ്മുടെ പഴയതുപോലെ നോക്കാം. അപ്പൊ ഇവിടെ ഈ എഫിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഇത് എഫ് കോസ് തീറ്റ, ഇങ്ങോട്ട് വരുന്നത് എഫ് സൈൻ തീറ്റ. കുഴപ്പമില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ? ചെറിയ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ. എഫ് സൈൻ തീറ്റ മനസ്സിലാവുന്നുണ്ട് സാർ. ഓക്കെ. അപ്പൊ ഇവിടെ പഴയതുപോലെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ വരയ്ക്കാം. ഇതൊരു വേറെ കളർ എടുക്കാം. ഒന്ന്, വെയിറ്റ് താഴോട്ട് ഈ ഡയറക്ഷനിൽ, വെയിറ്റ് താഴോട്ട് ഈ ഡയറക്ഷനിൽ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആര് വരും? റിയാക്ഷൻ വരും. ഇവിടെ ആർ ഡാഷ് എന്ന് എടുക്കാം. നേരത്തെ നമ്മൾ ആർ എന്നല്ലേ എടുത്തത്, ഇവിടെ ആർ ഡാഷ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ആർ പുഷ് അല്ലേ, പുഷും പുള്ളും ആണ് അല്ലേ. അപ്പൊ രണ്ട് പി വരും, അത് വേണ്ട. അപ്പൊ ആർ ഡാഷ് എന്ന് മതി. ഓക്കെ. ഇനി ഇവിടെ
പഴയതുപോലെ നമ്മുടെ നോർമൽ റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതി നോക്കാം. നോർമൽ റിയാക്ഷൻ ആർ ഡാഷ് ഈക്വൽ ടു, നോക്കിയ പടം നോക്കിയേ, എന്തൊക്കെയാ വരുന്നത്? ആർ ഡാഷ് മേളിലോട്ട്, താഴോട്ട് എഫ് സൈൻ തീറ്റ പ്ലസ് ഡബ്ല്യു. അപ്പൊ ഇവിടുത്തെ എന്ന് പറയുന്നത് ഡബ്ല്യു പ്ലസ് എഫ് സൈൻ തീറ്റ, ഡബ്ല്യു പ്ലസ് സൈൻ തീറ്റ. അപ്പൊ ഇവിടെയും കൈനറ്റിക് ഫ്രിക്ഷന്റെ ഇക്വേഷൻ എഴുതി നോക്കാം. ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ നമുക്കിവിടെ എഫ് ഡാഷ് കെ എന്ന് കൊടുക്കാം, ഇസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു ആർ ഡാഷ് ഇസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു ഡബ്ല്യു പ്ലസ് എഫ് സൈൻ തീറ്റ. അപ്പൊ ഇവിടുത്തെ എഫ് കെ ഡാഷിന്റെ ഇക്വേഷൻ കിട്ടി, നമ്മുടെ ഇക്വേഷൻ നമ്പർ 3. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് ഞാൻ ഒന്നുകൂടെ ഇവിടെ എടുത്ത് എഴുതാം. ഒന്ന് എഫ് കെ എന്ന് പറയുന്നത് മ്യൂ കെ ഇൻറ്റു ഡബ്ല്യു മൈനസ് എഫ് സൈൻ തീറ്റ. രണ്ടാമത്തത് എഫ് കെ ഡാഷ് എന്ന് പറയുന്നത് മ്യൂ കെ ഇൻറ്റു ഡബ്ല്യു പ്ലസ് എഫ് സൈൻ തീറ്റ. അപ്പൊ ഇത് ഫുള്ളും ഇത് പുഷുമാണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്. എന്താണ്? പുഷ് ചെയ്യുമ്പോൾ ഉള്ള ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. അന്ന് അത് എത്രയാണ്? ഡബ്ല്യു പ്ലസ് എഫ് സൈൻ തീറ്റയാണ്. പുള്ളി ചെയ്യുമ്പോഴോ എത്രയാണ് വരുന്നത്? ഡബ്ല്യു മൈനസ് എഫ് സൈൻ തീറ്റ. അതുകൊണ്ട് എന്തായിരിക്കും? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് പുഷിന്റെ കാര്യത്തിൽ പുള്ളിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും എളുപ്പം എന്തായിരിക്കും? പുഷ് ചെയ്യുന്നതിനേക്കാളും പുള്ളി ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇന്ന് നമ്മൾ കുറച്ച് ബോർ ക്ലാസ് ആയിരുന്നു അല്ലേ, വലിയ ഡെറിവേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ബാക്കി ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഞാൻ നോട്ട് ഏതെങ്കിലും എടുത്ത് കോപ്പി എടുത്തിട്ടേക്കാം. ബാക്കി കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് ഇന്നും പ്രധാനമായിട്ടും നമ്മൾ ഈ പുഷ് ഓർ പുള്ളാണ് പറഞ്ഞത് പ്രധാനമായിട്ടും. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും ഒന്ന് പഠിക്കുക. അടുത്ത ദിവസം ഇതിലെ നമ്മുടെ ആംഗിൾ ഓഫ് റിപ്പോസിന്റെയും ആംഗിൾ ഓഫ് ഫ്രിക്ഷന്റെയും കുറച്ച് പ്രോബ്ലം ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ അതിനകത്ത് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഇവിടെ ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്ന ഇതാണ് കമ്പയറിങ് എബോവ് പേനയുടെ ബാറ്ററിയും തീർന്നു. അപ്പൊ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് ഇത്രയാണ്. The force of friction is more in case of push than in case of pull. So it is easier to pull a body than to push. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താൻ, പേന എഴുതാൻ പറ്റത്തില്ല ഇനി അങ്ങോട്ട്. അല്ലെങ്കിലും അടുത്തത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സർക്കുലർ മോഷന്റെ കുറച്ച് കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ബാങ്കിങ് ഓഫ് റോഡ്സ്. നിങ്ങളുടെ പരീക്ഷയുടെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രിക്ഷന് കാര്യങ്ങൾ ഇത്രയും ആയിട്ട് ഇവിടെ തീർന്നു. ഇനി ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട്, പ്രോബ്ലം ഒക്കെ ഉണ്ട്. അതിപ്പോ നമുക്ക് ക്ലാസ്സിൽ എടുത്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ജെഇക്കും അങ്ങനെയുള്ളതിനൊക്കെ ചോദിക്കുന്ന കുറെ ഉണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, അതിൽ ഏതെങ്കിലും നല്ല ഒരു നോട്ട് കുറെ പ്രോബ്ലം ഉള്ളത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. താല്പര്യമുള്ളവർ അത് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ആൻസറുകൾ ആവശ്യമുള്ളതൊക്കെ ഒന്ന് സംശയമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതിനകത്ത് പുള്ളി ഉണ്ട്, കണക്റ്റഡ് ബോഡീസ് ഉണ്ട്. അപ്പൊ അതൊന്നും നിങ്ങളുടെ പരീക്ഷയ്ക്കോ ടെക്സ്റ്റിലോ വലുതായിട്ടില്ലെങ്കിൽ പോലും നിങ്ങളൊരു കോമ്പറ്റീഷൻ എക്സാം പോകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അത് ഉള്ള കുറച്ച് നോട്ടുകൾ അതിന്റെ ഇക്വേഷൻസും ഒക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. 1-2 ആളുകളുടെ ഇട്ടേക്കാം. ജസ്റ്റ് താല്പര്യമുള്ളവർ അതൊന്ന് നോക്കി പോവുക. അതിൽ സംശയമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ഒന്നീ വരുമ്പോഴോ അല്ലാതെ വിളിച്ചു ചോദിക്കുകയോ, അല്ലെങ്കിൽ കൂടുതൽ പേർക്കുണ്ടെങ്കിൽ അതിനായിട്ട് വേറെ ഒരു ചെറിയ ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പൊ എല്ലാവരും അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. താല്പര്യം ഇല്ലാത്തവരെ എടുത്തു കഴിഞ്ഞ് നിങ്ങൾ ഈ യൂണിറ്റ് ഒക്കെ കളഞ്ഞിട്ട് ഓടിക്കളയും. അതുകൊണ്ട് അത് വേണ്ട. ഇന്നിപ്പം ഇനി അങ്ങോട്ട് എടുക്കാൻ പോയാലും ഒരു പകുതി ആക്കി വെക്കാനേ പറ്റത്തുള്ളൂ. അടുത്ത ക്ലാസ് തുടങ്ങാം. അടുത്ത ക്ലാസ്സിലും അത് അടുത്ത് പോകില്ല. അടുത്ത ക്ലാസ് നമുക്ക് ഇതിനകത്ത് കുറച്ച് പ്രോബ്ലം ചെയ്യാനുണ്ട്. ഫ്രിക്ഷനകത്തുള്ള കുറച്ച് പ്രോബ്ലം ആദ്യം തൊട്ടുള്ളതേ ഉണ്ട്. സ്റ്റാറ്റിക് ആന്റി ഫ്രിക്ഷൻ തൊട്ടുള്ള കുറച്ച് പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഇനി മറ്റന്നാളല്ലേ. ഇപ്പൊ ക്ലാസ് ചിലപ്പോൾ ഞാനിപ്പോ സെക്കൻഡ് ഇയറിന്റെ ക്ലാസ് ഞാനിപ്പോ എടുക്കുന്നത് നിർത്തിയിട്ടുണ്ട്.
2 ദിവസം എന്നുള്ള 3-4 ദിവസത്തേക്ക് നമുക്കൊന്ന് കൂട്ടാം. സമയം രാവിലെ തന്നെ ആയിരിക്കും. അവർക്ക് കൊടുത്ത ടൈം ടേബിൾ. ഇപ്പോൾ 1-ാം തീയതി അവർക്ക് പരീക്ഷ തുടങ്ങും. അത് കഴിയുമ്പോൾ നിങ്ങളുടെ സമയം കുറച്ചുകൂടെ ഒന്ന് ദിവസം കുറച്ചുകൂടെ കൂട്ടാം. അല്ലെങ്കിൽ നമ്മൾ വളരെ പതുക്കെ ആയി പോവും. അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് ഹലോ, അപ്പൊ ഇന്നത്തേക്ക് ഇന്നിപ്പോ ഞാൻ നിർത്തുകയാണ്. പഠിച്ചേക്കണം. ഇപ്പൊ ഈ ഫ്രിക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നല്ലതുപോലെ ഇക്വേഷൻസ് എല്ലാം പഠിച്ചേക്കണം. അടുത്ത ദിവസം പ്രോബ്ലം ചെയ്യാം നമുക്ക്. ഓക്കെ.